സമരം പ്രഖ്യാപിച്ച സ്വകാര്യ ബസ് ഉടമകളുമായി ഗതാഗത മന്ത്രി ഇന്ന് വീണ്ടും ചർച്ച നടത്തും. നാളെ അനിശ്ചിതകാല പണിമുടക്ക് തുടങ്ങാനിരിക്കെയാണ് നീക്കം. സലിം മാലിക് വിവരങ്ങളുമായി. സലിം, ഇന്നത്തെ ചർച്ച പ്രധാനപ്പെട്ടതാണ്. അതിൽ അവരുന്നയിക്കുന്ന ആവശ്യങ്ങളിലേക്ക് സർക്കാർ എത്രത്തോളം പോകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അനുകൂലമായി? അനുജ, ഏറ്റവും ഒടുവിൽ ഈ സ്വകാര്യ ബസ് ഉടമകളുമായുള്ള ചർച്ച അത് പരാജയപ്പെട്ടിരുന്നു. അതിന് പിന്നാലെ എന്ത് ഫോർമുലയാണ് ഇന്ന് ഗതാഗത മന്ത്രി സമരക്കാർക്ക് മുൻപിലേക്ക് വയ്ക്കുക എന്നറിയില്ല. കാരണം സമരക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം 140 കിലോമീറ്ററിലധികമായി പെർമിറ്റ് ഉയർത്തുക എന്നുള്ളതാണ്. അന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച ഉയർന്നപ്പോൾ തന്നെ അത് സ്വന്തം നിലയിൽ എടുക്കാനുള്ള തീരുമാനമല്ല, അതൊരു രാഷ്ട്രീയ തീരുമാനമായി എടുക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയോട് ഉൾപ്പെടെ കൂടിയാലോചന നടത്താതെ അതിൽ തീരുമാനമെടുക്കാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു ഈ സമരക്കാരെ അറിയിച്ചിരുന്നത്. അതിൻ്റെ പിന്നാലെയാണ് ഈ സമരം തുടരാൻ അവർ തീരുമാനിക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും നിലയിൽ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുമായി കൂടിയാലോചന നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. അങ്ങനെയെങ്കിൽ ഏതെങ്കിലും നിലയിൽ ഒരു രാഷ്ട്രീയ അനുമതി ലഭിച്ചിട്ടുണ്ടോ, ഏതെങ്കിലും ഉറപ്പ് നൽകാൻ കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായി ഉയർന്നു നിൽക്കുന്നത്. അത് ഇന്നത്തെ ചർച്ചയിൽ, ഇന്ന് വൈകുന്നേരം 4:30 നടക്കുന്ന ചർച്ചയിൽ നിർണായകമാകും. ഒപ്പം തന്നെ ബസ് ഉടമകളുടെ മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യം വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് ഉയർത്തുക എന്നുള്ളതാണ്. ആ വിഷയത്തിൽ ഒരു ചെറിയ നിരക്ക് വർധനവാവാം എന്ന് നേരത്തെ തന്നെ മന്ത്രി തന്നെ വ്യക്തമാക്കിയതാണ്. പക്ഷേ അതിൽ വിദ്യാർത്ഥി സംഘടനകളുമായി കൂടിയാലോചിച്ച ശേഷം അതിൽ അന്തിമ തീരുമാനമെടുക്കാമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. അതിനുശേഷം അതിനായി ഗതാഗത വകുപ്പ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. പക്ഷേ അങ്ങനെ ഒരു ചർച്ച നടന്നതായി അറിവില്ല. എങ്കിലും ഏതെങ്കിലും നിലയിൽ അതിലും ഒരു ഫോർമുലയുണ്ടോ, അതിലും ഏതെങ്കിലും ഒരു മാർഗമുണ്ടോ എന്നുള്ള കാര്യം ചർച്ച ഇന്ന് വൈകിട്ട് 4:30.